നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷനാണ്. നമുക്ക് പിഗ്മെൻറ്റേഷൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മെലാസ്മയ്ക്ക് പോകും. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിഗ്മെൻറ്റേഷൻ. പരമാവധി പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിഗ്മെൻറ്റേഷൻ വരണതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അതിനുള്ള സൂചനകളെല്ലാം നമ്മുടെ സ്കിന്ന് തരാറുണ്ട്. ആ സമയത്ത് ശ്രദ്ധിച്ചാലും നമുക്ക് ആ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ നല്ല പോലെ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്കൊരു സൺസ്ക്രീനാണ്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കൽ എന്താ പറയുക, ചിലവർക്കൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കരുത്, മടി കാണിക്കരുത്. നമ്മുടെ സ്കിൻ എന്നും നല്ലപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സൺസ്ക്രീൻ ഉപയോഗിക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ വെയിലത്ത് പോകണ്ടെങ്കിലും അകത്താണെങ്കിലും ഒക്കെ സൺസ്ക്രീനിൻ്റെ ആവശ്യം നമുക്കുണ്ട്. വെയിലത്ത് പോകുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും തേക്കണം. അകത്തിരിക്കുമ്പോൾ മടിയുള്ളവരാണെച്ചാലും രാവിലെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ മുഖത്ത് ഉച്ചയ്ക്കും കൂടി നമ്മൾ തേക്കണം എന്നാണ് പറയുക. എനിക്കാണെച്ചാലും ഞാൻ രാവിലെ ഒരു വട്ടേ തേക്കുള്ളൂ, പിന്നെ രണ്ടാമതൊന്നും തേക്കാറില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണർ ചെയ്യും. ടോണർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറം ഉപയോഗിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷൻ നിങ്ങളുടെ മുഖത്തുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തിട്ടും പോണില്ല എന്നൊക്കെ പറയണവരല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഞാൻ എങ്ങനെ കളഞ്ഞു എന്നുള്ളത്, എന്ത് സിറം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഏത് സിറാന്നൊക്കെ ഒന്ന് നോക്കിയല്ലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഏത് സിറാണ് ഞാൻ ഉപയോഗിച്ചെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നെറ്റിയുടെ രണ്ട് സൈഡിലും കവിളിലല്ല കൂടുതലുണ്ടായിരുന്നു, വായ ചുറ്റും നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, നല്ലപോലെ കറുത്തോണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ എന്നെ സഹായിച്ച വിറ്റാമിൻ സി സിറം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആയിട്ട് വിറ്റാമിൻ സി സിറം ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെയും ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഓഫർ വന്നപ്പോൾ ഞാനൊരു 2-3 വിറ്റാമിൻ സി സിറം വാങ്ങിയിട്ടൊരു 2 മാസത്തേക്കായി കേട്ടോ. അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി സിറം കുറേയൊന്നും വേണ്ട. നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നവർക്ക് രാവിലെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കുക വെച്ചാൽ രാത്രി, ഏതെങ്കിലും ദിവസത്തിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി. ഞാൻ അത്ര ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നവർക്ക് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും തേച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അല്ല രാവിലെയാണ് തേക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സൺസ്ക്രീൻ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കണം. മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് നിങ്ങൾ തീർച്ചയായും ചെയ്യണം കേട്ടോ. എൻ്റെ മുഖത്തുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിച്ച വിറ്റാമിൻ സി സിറം വേറൊന്നുമില്ല. ഞാനിത് വാവിൻ്റെ വിറ്റാമിൻ സി സിറം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഞാനൊരു 2-3 കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിലെനിക്ക് നല്ല മാറ്റം കിട്ടി. നെറ്റിയുടെ 2 സൈഡിലും അതുപോലെ വായ ചുറ്റുമായിരുന്നു എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു, കവിളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ചിലവർക്ക് വായ ചുറ്റും വരണതിന് മുമ്പ് കവിളിലാണ് വരിക. ഡോട്ടായിട്ട് സ്കിന്നിൽ നമുക്കത് കാണിച്ചു തരും. ചെറിയ ഡോട്ട് ആദ്യം വരും. അത് നിങ്ങൾ മനസ്സിലായിക്കോളും നിങ്ങളുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത്. പിഗ്മെൻറ്റേഷൻ മാറി മെലാസ്മയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. എൻ്റെ മുഖത്ത് ഇപ്പോഴും ഇവിടെ ആ കറുപ്പ് പോയിട്ടില്ല, അത് മെലാസ്മയായിപ്പോയി. അത്രയും സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ് എനിക്ക്. അത് നിങ്ങൾക്ക് ആർക്കും പറ്റരുത്. ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും സ്കിന്ന് ശ്രദ്ധിക്കുക പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പാക്ക് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഉപയോഗിക്കുക. നമ്മുടെ ടാൻ ഉള്ളതൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന് തിളക്കവും ഒരു ഹെൽത്തി സ്കിന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നിങ്ങൾ ഒരു പാക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടോണർ നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ടോണർ നമ്മുടെ ഓപ്പൺ പോഴ്സൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സ്കിന്നൊരു നമുക്കത് അടിക്കുമ്പോൾ തന്നെ സ്കിന്നിന് എന്തോ ഒരു പ്രത്യേകത തോന്നും. അതിന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയോ സിറം അല്ല, ടോണറിൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ട്. ഒരു ടോണർ വീട്ടിലുണ്ടാക്കിയാൽ മതി. ടോണർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഏത് വിറ്റാമിൻ സി സിറം നിങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ വിറ്റാമിൻ സി സിറം വാങ്ങി നിങ്ങൾ ഉപയോഗിക്കണം. ഒരു കുപ്പിയൊക്കെ വാങ്ങി പറഞ്ഞാൽ നമുക്ക് 2-3 മാസമൊക്കെ ഞാനങ്ങനെ ഉപയോഗിക്കും കേട്ടോ. അത്രയും 2-3 മാസമൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാൻ ആകെ 4 ഡ്രോപ്സേ എടുക്കുള്ളൂ. 4 ഡ്രോപ്സ് എടുത്ത് മുഖത്ത് മൊത്തം ഞാൻ തേച്ച് പിടിപ്പിക്കും. അതിന് ശേഷം 1 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുക. അതിന് ശേഷം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. തീർച്ചയായും നിങ്ങളുടെ മുഖം നിങ്ങളൊരു 3 മാസം ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇനി
സിറം വാങ്ങി തേക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് സിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഞാൻ 3 കുപ്പിയൊക്കെ ഞാനൊരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പൊക്കെ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഞാൻ സിറം വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വിറ്റാമിൻ സി സിറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, വീട്ടിലിരിക്കുമ്പോൾ ഉപയോഗിക്കുക. അലച്ച പിന്നെ രാത്രി ഉപയോഗിച്ച് നമ്മൾ കിടക്കുക, രാവിലെ എണിച്ച് മുഖം കഴുകി കളഞ്ഞാൽ മതി. നല്ല മാറ്റമുണ്ട്, മുഖം നല്ല കളറും വരും. ഞാൻ പൊട്ടറ്റോ സിറം ഉണ്ടാക്കി കാണിച്ചു തന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീൽ വെച്ചിട്ടുള്ള സിറം ഉണ്ടാക്കി കാണിച്ചു തന്നുന്നുണ്ട്. രണ്ടും ബെസ്റ്റാണ്. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ആദ്യം ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ട് വെച്ചാൽ, അല്ല നിങ്ങളുടെ സ്കിന്നിന് അത് നല്ല റിസൾട്ട് തരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അത് ഉപയോഗിക്കുക. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ ഈ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിക്കണം. നിങ്ങൾ പറയാറില്ലേ ഈ പാക്കൊക്കെ ഉപയോഗിച്ച് അപ്പോൾ റിസൾട്ട് കിട്ടും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല. ഒന്നാമത് നമ്മുടെ പാക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ മുഖത്തേക്ക് ഒരു തെളിച്ചു നല്ലൊരു ഇതൊക്കെ കിട്ടണത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കണതിൽ. അതും കൂടി ശ്രദ്ധിച്ചാലാണ് അത് നമ്മുടെ മുഖത്തേക്ക് കാണിച്ചാലും ശരീരത്തേക്ക് കാണിച്ചാലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക ഒരു മടിയും കാണിക്കരുത്, ചൂടുകാലവും കൂടിയാണ്. അതുപോലെ തന്നെ പഞ്ചസാര, മധുരം പാടെ ഉപേക്ഷിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലേക്ക് മാറ്റം നമുക്ക് കാണുള്ളൂ. മധുരം പാടെ ഉപേക്ഷിക്കണം, അതിലൊരു മാറ്റവും കാണിക്കരുത്. എന്താ പറയുക, അതുപോലെ തന്നെ നമ്മൾ ഫേസ് യോഗ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ മസാജ്, ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുക. ഫേസ് യോഗയുടെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല, ഓയിൽ മസാജിൻ്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി രാവിലെ നിങ്ങൾ 6 മണിക്ക് എണിക്കണത് ഒരു 10 മിനിറ്റ് മുമ്പ് എണിച്ച് നിങ്ങൾ ഫേസിൽ നല്ലൊരു ഓയിൽ മസാജ് കൊടുക്കുക. കഴുകിക്കളയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകിക്കളയുക. അല്ല നിങ്ങൾ പിന്നെ കുളിക്കുമ്പോഴാണ് കഴുകണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് പ്രോബ്ലമാണ്. അവർ തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റിൻ്റെ ഒരു 2 മിനിറ്റിൻ്റെ നിങ്ങൾ ആവണ പോലെ ഒരു ഓയിൽ മസാജ് കൊടുത്ത് മുഖം കഴുകിക്കളയുക. എന്തെങ്കിലും ഒരു ഫേസ് വാഷ് പൗഡറോ കടലമാവോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഡെയിലി നമ്മൾ ഈ സ്കിന്നൊന്ന് നിങ്ങൾ 1 മാസം, ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഭക്ഷണ കാര്യത്തിലാണെച്ചാലും വെള്ളത്തിൻ്റെ കാര്യത്തിലാണെച്ചാലും പാക്കിൻ്റെ കാര്യത്തിലാണെച്ചാലും സിറം ഉപയോഗിക്കേണ്ട കാര്യത്തിലാണെച്ചാലും എല്ലാത്തിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു, അപ്പോൾ നല്ലൊരു മാറ്റമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ആവണ ഏതെങ്കിലും ഒരു സിറം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക, വിറ്റാമിൻ സി സിറം. അത്രയും പിഗ്മെൻറ്റേഷൻ്റെ പറയുന്ന ആൾക്കാരോടൊത്താണ് ഞാൻ പറയണത്. നല്ല വ്യത്യാസം പറഞ്ഞുകൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നിങ്ങളിതൊക്കെ ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം, ഞാൻ അതിന് മറുപടി തരണതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ എല്ലാവരും ഏത് സിറാണെന്ന് വെച്ചാലും ഇന്ന കമ്പനിയെന്ന് ഞാൻ പറയില്ല, ഒരു കമ്പനിയും എനിക്ക് ഒന്നും തന്നിട്ട് അല്ലച്ചാൽ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണതല്ല, എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറയണതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.